ശബരിമലയിൽ തിരക്കുള്ള ദിവസങ്ങളിൽ പോലും സുഖദർശനം ഉറപ്പാക്കാൻ സാധിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡെന്ന് പ്രസിഡന്റ് കെ ജയകുമാർ. ആദ്യത്തെ ഒരു ദിവസത്തെ ആശയക്കുഴപ്പമൊഴിച്ചാൽ അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ട് ബാക്കിയെല്ലാം ഭംഗിയായി നടന്നു. പോലീസും ജീവനക്കാരും ഒത്തൊരുമിച്ച് കഴിഞ്ഞ 40 ദിവസവും സുഗമ ദർശനം ഉറപ്പാക്കിയെന്നും കെ ജയകുമാർ പറഞ്ഞു. 40 ദിവസം കൊണ്ട് 30 ലക്ഷത്തിലേറെ പേർ വന്നുപോയി. 332.77 കോടി രൂപയാണ് ശബരിമലയിൽ വെള്ളിയാഴ്ച വരെയുള്ള വരുമാനം. കഴിഞ്ഞ സീസണിലെ മണ്ഡലകാല മഹോത്സവകാലത്തെ വരുമാനത്തേക്കാൾ കൂടുതലാണിത്. ഭക്തരുടെ വർദ്ധിച്ച വിശ്വാസമാണിതിൽ പ്രതിഫലിക്കുന്നത്. സദ്യ ഉൾപ്പെടുത്തി അന്നദാനത്തിൽ ചെറിയ ഭേദഗതികൾ വരുത്താനായി. ചെറിയ കാര്യമാണെങ്കിലും ഇതിലെ മനോഭാവമാണ് പ്രധാനം. അന്നദാന പ്രഭുവായ അയ്യപ്പനെ കാണാൻ വരുന്ന ഭക്തർക്ക് രുചികരമായ ഭക്ഷണം നൽകുക എന്ന ചിന്തയാണ് ഈ മാറ്റത്തിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് മണ്ഡലപൂജ കഴിഞ്ഞ് വൈകുന്നേരം നട അടയ്ക്കും. പിന്നെ 41 ദിവസത്തെ മണ്ഡലകാലം ഏതാണ്ട് 30-32 ലക്ഷം ഭക്തന്മാരിവിടെ വന്നുപോയി ഈ 40 ദിവസം കൊണ്ട്. ആദ്യത്തെ ഒരു ദിവസത്തെ ഒരു കൺഫ്യൂഷൻ ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഭംഗിയായിട്ട് നടന്നു എന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭംഗിയായിട്ട് നടന്നു. പോലീസും ഇവിടുത്തെ ജീവനക്കാരും എല്ലാവരും സഹകരിച്ചതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ 40 ദിവസവും വളരെ തിരക്കുള്ള ദിവസങ്ങളിൽ പോലും സുഗമ ദർശനം നടത്താൻ അയ്യപ്പന്മാർക്ക് സാധിച്ചു. അരവണ പ്രസാദം ആദ്യം 30ഉം 40ഉം നൽകിയിരുന്നു. പിന്നീട് അത് 20ഉം 10ഉമായി. അതിൽ ഭക്തർക്ക് നിരാശയുണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ബോർഡ് സ്വീകരിച്ചിട്ടുമുണ്ട്. ശനിയാഴ്ച നടയടയ്ക്കുമ്പോൾ മുതൽ അരവണയുടെ ഉൽപ്പാദനത്തിൽ വർധന വരുത്തും. മകരവിളക്കിനായി നട തുറക്കുമ്പോൾ 12 ലക്ഷം ടിൻ അരവണയുടെ കരുതൽ ശേഖരമുണ്ടാക്കും. 10 എന്ന നിയന്ത്രണം തുടർന്നാൽ ശേഷിക്കുന്ന കാലയളവിൽ പ്രശ്നമുണ്ടാകില്ല. കൂടുതൽ വേണ്ടവർക്ക് ജനുവരി 20 ശേഷം തപാൽ മാർഗം അയക്കുന്നതിനുള്ള നടപടികൾ ബോർഡ് സ്വീകരിക്കും. ഡിസംബർ 29 നടക്കുന്ന ബോർഡ് യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യും. മകരവിളക്കുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച പമ്പയിൽ ദേവസ്വം മന്ത്രി വി.എൻ. വാസവന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തിയിരുന്നു. ഇക്കാര്യത്തിൽ വനം വകുപ്പിന്റെ സഹകരണം അത്യാവശ്യമാണ്. 29-ന് തിരുവനന്തപുരത്ത് വനം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതു സംബന്ധിച്ച യോഗം ചേരും. പുല്ലുമേട് കാനനപാത വഴിയുള്ള പ്രശ്നങ്ങൾ ഈ 15 ദിവസം കൊണ്ട് പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.